വിശുദ്ധ സുവിശേഷം ശ്രമിക്കുക. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും യോസേഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാകുവാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസേഫ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഈശോ എന്ന് പേര് വിളിക്കണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. യോസേഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ച പോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൻ ഈശോ എന്ന് അവനെ പേര് വിളിച്ചു. നമ്മുടെ അമേരിക്കയിലുള്ള ചില ചെറുപ്പക്കാര് നാട്ടിൽ പോയി രജിസ്റ്റർ മാരേജ് നടന്നു. പള്ളിയിലുള്ള വിവാഹം പിന്നീട് പല മാസങ്ങളോ ചിലപ്പോൾ ഒരു വർഷമോ കഴിഞ്ഞായിരിക്കും നടത്തുക. അതിൻ്റെ കാരണം വിസയ്ക്ക് വേണ്ടി ഫയൽ ചെയ്ത് വിവാഹം പള്ളിയിൽ നടത്തിക്കഴിഞ്ഞാൽ അതിന് താമസിക്കാതെ വരുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അവർ നിയമപരമായിട്ട് ഭാര്യാഭർത്താക്കന്മാരാണ്. എന്നാൽ അതേ സമയത്ത് ഒരു ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നില്ല, ഒരുമിച്ച് താമസിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ട യോസേഫിൻ്റെയും മറിയത്തിൻ്റെയും അവസ്ഥ. പഴയ യഹൂദ നിയമപ്രകാരം ഒത്തുകല്യാണം അല്ലെങ്കിൽ വിട്രോക്കൽ എന്ന് പറയുന്നത്, വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. എന്നാൽ അവർ ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല. അവർ ഭാര്യ ഭർത്താവുമായിട്ടാണ് അറിയപ്പെടുകയും ചെയ്യുക. ഈ അവസരത്തിലാണ് പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ച വിവരം മറിയം യോസേഫിനെ അറിയിക്കുന്നത്. യോസേഫിന് അത് വിശ്വസിക്കുവാൻ പ്രയാസമാണ്, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ട് കാരണങ്ങളാണ്. ഒന്നെങ്കിൽ അവൾ അവിഹിതമായ എന്തെങ്കിലും ബന്ധത്തിൽ ഏർപ്പെട്ടോ. അങ്ങനെയുണ്ട് എങ്കിൽ മറിയം എന്ന് പറയുന്നത് ജെറുസലേമില് അതിൻ്റെ മാതാപിതാക്കന്മാർ യോവാക്കീമും അന്നയും സമർപ്പിച്ച ശിശുവായിരിക്കുമ്പോൾ പാരമ്പര്യമനുസരിച്ച് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ അവരുടെ നേർച്ചപ്രകാരം ജെറുസലേമിൽ ഏൽപ്പിച്ചതാണ്. അതിനുശേഷം അവള് ടീനേജ് പ്രായമായപ്പോൾ അവളുടെ ഉത്തരവാദിത്വം അവൾ കന്യകയായിട്ട് നിത്യകന്യകയായി ഉറവാഗ്ദാനം ചെയ്തവളാണ്. അതുകൊണ്ട് അവളുടെ ഉത്തരവാദിത്വം യോസേഫിനെ ഏൽപ്പിച്ചു. യോസേഫ് വിഭാര്യനാണ്. നേരത്തെ ഭാര്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ആ ഭാര്യ മരിച്ചുപോയി. അതിനുശേഷം ഇനിയും യാതൊരു തരത്തിലുള്ള ദാമ്പത്യമൊന്നും ഉണ്ടാവുകയില്ല എന്ന വാഗ്ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു സ്വന്തം പിതാവും മകളെ നോക്കേണ്ടതുപോലെ അതുപോലുള്ള പ്രായവ്യത്യാസമുള്ള യോസേഫ് ഈ കൊച്ചിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞ് യോസേഫ് വഴി മറിയം ഗർഭിണിയാണെന്ന് ലോകം ധരിക്കും. അത് യോസേഫിന് അപമാനകരമാണ്. താൻ ഏറ്റെടുത്തതായ ഉത്തരവാദിത്വത്തിൻ്റെ ലംഘനമാണെന്ന് പോലും ജനം മനസ്സിലാക്കും. ജനത്തെ എങ്ങനെ ബോധ്യപ്പെടുത്തും? അതുകൊണ്ടും യോസേഫിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തെ നിയമപ്രകാരം സാൻഹെദ്രിൻ, ലോക്കൽ സാൻഹെദ്രിനുണ്ട്, സെൻട്രൽ സാൻഹെദ്രിനുണ്ട്. അതായത് ജഡ്ജ്മെന്റ് 3 ന്യായാധിപന്മാർ കൂടി ലോക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് വിധിക്കും. അപ്പം അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു കന്യക അവൾ ഗർഭിണിയാണ് എന്ന് വരികിൽ അതിനെതിരായിട്ടുള്ള ഒരു പരാതി ലോക്കൽ സാൻഹെദ്രിൻ സംഘത്തിന് മുമ്പാകെ അവതരിപ്പിച്ച് അവർ വിചാരണ ചെയ്ത് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലണം. കാരണം ഇങ്ങനെയുള്ളതായ ദുഷ്പ്രവൃത്തികൾ ഇസ്രായേലിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് അത്ര കർശനമായ ഒരു ശിക്ഷാ നടപടി ഉണ്ടായത്. അതുകൊണ്ട് യോസേഫിന്റെ പ്രതിസന്ധി ഇങ്ങനൊരു പരാതി കൊടുത്താൽ എന്തായാലും മറിയത്തിനെതിരായിട്ട് പരാതിപ്പെടാനായിട്ട് ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിക്കാനില്ല.
പക്ഷേ അവൾ ഗർഭിണിയാണ്. ഒരു പുരുഷബന്ധമില്ലാതെ അവൾ അങ്ങനെ ഗർഭിണിയാകും. അതുകൊണ്ട് വേണമെങ്കിൽ സംഘം മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിക്കുകയും മറിയത്തെ കൊല്ലുകയും ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു നിരപരാധിയാണ് എങ്കിൽ അവൾ പറയുന്നത് സത്യമാണ് എന്ന വരിയിൽ താൻ കുറ്റക്കാരനായി മാറും. തന്നെയല്ല, അവരുടെ വിചാരണക്കായി ഏൽപ്പിച്ചാൽ അവർ സമൂഹത്തിന് മുൻപാകെ അവള് അപമാനിതയായി തീരും. ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് യോസേഫ് നിൽക്കുക. അപ്പൊ അതുകൊണ്ടാണ് യോസേഫ് തീരുമാനിക്കുന്നു, പഴയ നിയമകാലത്ത് മോശയുടെ കാലഘട്ടത്തിൽ ആളുകള്, ചില ആണുങ്ങൾ അവരുടെ ഭാര്യമാരെ വിവാഹമോചനം മൊഴിയേറ്റി വിടുക എന്ന രീതിയിൽ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഇനി അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉപേക്ഷാപത്രം എഴുതി കൊടുക്കണമെന്ന് നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിന് കാരണം അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡോക്യുമെന്റ് വെച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് യോസേഫ് തീരുമാനിക്കുന്നു അവളെ അപമാനിതയാക്കാതെ, അവിടെ ഒരു വിചാരണയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് അവളെ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ രഹസ്യമായിട്ട് ഒരു ഉപേക്ഷാപത്രം എഴുതി കൊടുത്ത് രക്ഷപ്പെടാനായിട്ടാണ് യോസേഫ് തീരുമാനിച്ചത്. പക്ഷെ അത് നടപ്പിലാക്കാൻ അദ്ദേഹം സമയമെടുക്കുകയാണ്. കാരണം പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോഴാണ് ഉറക്കത്തിൽ ഈ ദൈവദൂതന്റെ ദർശനമുണ്ടാവുകയും അതിലൂടെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തുന്നു, ഇവർ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, അവളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട. അതിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ശങ്കിക്കേണ്ട അല്ലെങ്കിൽ ഭയപ്പെടേണ്ട എന്ന് പറയും. അപ്പൊ അതിനുള്ള ഒരു കാരണം ഇതാണ്. യോസേഫിനറിയാം, അതായത് ഐസയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇന്ന് സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ദൈവം പറഞ്ഞിട്ടുണ്ട്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഐസയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒരു കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവനായിരിക്കും എമ്മാനുവേൽ, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള രക്ഷകൻ വരിക എന്ന്. അപ്പൊ അതുകൊണ്ട് ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം ഏതെങ്കിലും ഒരു കന്യകയിൽ നിന്നുണ്ടാകും. പക്ഷെ അത് താൻ ഭാര്യയായി താൻ ഉത്തരവാദിത്വം സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ഈ കന്യകയിൽ നിന്നായിരിക്കും എന്നുള്ളത് വിശ്വസിക്കുവാൻ യോസേഫിന് ബുദ്ധിമുട്ടുണ്ട്. ഇനി അഥവാ അങ്ങനെ ആണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു രക്ഷകന്റെ വളർത്തുപിതാവാകുവാനുള്ള യോഗ്യത തനിക്കില്ല. തനിക്ക് പ്രായമായി, തന്നെയല്ല തനിക്ക് അതിനുള്ള യോഗ്യത കുറവാണ്. തന്നെയല്ല അവ രക്ഷകന്റെ അമ്മയായ പുതിയ ഹൗവായുടെ ഉത്തരവാദിത്വം അവരുടെ ഭർത്താവായിട്ട് ഏറ്റെടുക്കുന്നതിന് താൻ അയോഗ്യനാണ് എന്നുള്ള ഒരു വിചാരം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അപ്പം പഴയ കാലത്ത് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലത് സെമിനാരിൽ പഠിക്കുമ്പോൾ അച്ഛനാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഡീക്കനായിരിക്കുമ്പോൾ അവർ കൂടുതൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പം, അയ്യോ ഞാൻ അപ്പവും വീണ്ടും എടുത്ത് ഇത് എൻ്റെ കൈകളിൽ ഇരുന്ന് കർത്താവിൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റുവാൻ, അത് കർത്താവിന്റെ പേരിൽ ജനങ്ങളെ ആശീർവദിക്കുവാൻ, രോഗികൾക്ക് രോഗിയെ നൽകുവാൻ ഞാൻ അയോഗ്യനാണ് എന്ന് പറഞ്ഞ് പൗരോഹിത്യം വേണ്ട എന്ന് വെക്കുന്ന, അല്ലെങ്കിൽ വൈദിക പട്ടം സ്വീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് മാറുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ യോസേഫ് ഞാനിതിന് അയോഗ്യനാണ്, അതിമാത്രമുള്ള വിശുദ്ധി എനിക്കില്ല എന്ന് പറഞ്ഞ് മാറുമ്പോഴാണ് മാലാഖ എന്ന് പറയുന്നത്, നീ ആ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട, ഇതെല്ലാം ദൈവത്തിന്റെ നിയോഗമാണ്. അങ്ങനെയാണ് യോസേഫ് മറിയത്തെ സ്വീകരിക്കുക എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ഏതായാലും വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ ആ പ്രവർത്തനം അദ്ദേഹത്തിന് ഉണ്ടാകുവാനായിട്ട് ഇടയാകുന്നു. പലപ്പോഴും നമ്മളൊക്കെ ക്ഷിപ്രകോപികളാണ്, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. അതൊക്കെ പലപ്പോഴും അപക്വമായ തീരുമാനങ്ങൾ ആയിരിക്കുകയും ചെയ്യും. പഴയ നിയമത്തില് ഒരു യഹൂദന്മാരുടെ ഇടയിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. അതായത് ഒരു ന്യായാധിപ സംഘം ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രിയെങ്കിലും കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന്റെ വിധി പ്രസ്താവിക്കാവൂ. കാരണം ഒരു രാത്രി കൊണ്ട് ഇവന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഈ ന്യായാധിപന്റെ ചിന്താഗതിയിൽ മാറ്റം വരും. കാരണം നമ്മളാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് കിടന്നാൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട്, നമ്മുടെ ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ആമാശയം, നമ്മുടെ അന്നനാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ രക്തക്കുഴലുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ദൈവത്തിൻ്റെതായ പരിപാലനം നമുക്കുണ്ടാകും. അങ്ങനെ ആണ് യോസേഫിന് ഉറക്കത്തില് ഈ നിദ്രയില് ഈ പ്രത്യേകമായിട്ടുള്ള ഈ പ്രചോദനം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ വിചാരണ വേളയിൽ ഉണ്ടായ ഒരു അമാനത പറയുന്നത് ഇതാണ്, അവർ രാത്രി വിചാരണ ചെയ്ത് ഉടനെ തന്നെ വിധി പ്രസ്താവിച്ചു. അതേസമയത്ത് അങ്ങനെ പ്രസ്താവിക്കുന്നത് നിയമവിരുദ്ധമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചും യോസേഫിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം അതാണ്.
പെട്ടെന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഭാര്യയും ഭർത്താവും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, പെട്ടെന്ന് പോലീസിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കൂടുന്നു, പെട്ടെന്ന് ചീത്ത വിളിക്കുന്നു, ഉടനെ എനിക്ക് വിവാഹമോചനം വേണം. ഉടനെ ആ തീരുമാനത്തിലേക്കാണ് എടുത്തു ചാടി പലരും പറയുക. എവിടെയാണ് നമ്മൾ വ്യവസായത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? ഈ വ്യവസായത്തിൽ ഉണ്ടാകുന്ന സ്വപ്നം നമുക്കൊക്കെ എല്ലാവരും എല്ലാ രാത്രിയിലും സ്വപ്നം കാണുന്നവരാണ്. പക്ഷെ നമ്മൾ ഓർത്തിരിക്കാറില്ല. ഉടനെ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ അവസാന ഭാഗത്തെ സ്വപ്നത്തിന്റെ കാര്യം ഓർത്തിരിക്കുക. ഇതാണ് ശാസ്ത്രീയമായിട്ട് പറയുക. എന്നാൽ അസാധാരണമായ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ബൈബിളില്. ഉദാഹരണമായിട്ട് പഴയ നിയമത്തിൽ വേറൊരു ജോസഫ് ഉണ്ടായിരുന്നു. ആ ജോസഫ് യാക്കോബിന്റെ 11ാമത്തെ മകനായ ജോസഫ്. അദ്ദേഹം സ്വപ്നക്കാരനായിരുന്നു, സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായിരുന്നു. തന്റെ സഹോദരങ്ങള് തന്നെ വന്ദിക്കുമെന്ന് സ്വപ്നം കണ്ട് വ്യാഖ്യാനിച്ചതിന്റെ പേരിൽ അസൂയ തോന്നിയ സഹോദരന്മാര് ഈജിപ്തിലേക്ക് പോയ കച്ചവടക്കാർക്ക് അവനെ വിട്ടതാണ്. പക്ഷേ അവന് ഫറവോ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ച് അവന് ഫറവോ രാജാവിന്റെ പ്രധാനമന്ത്രിയായി മാറുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലെ ജോസഫ് ഈ ഇസ്രായേൽ ജനത്തിന്റെ രക്ഷകനായി മാറുന്ന, സംരക്ഷകനായി മാറുന്നു. ഗീതയോടെന്ന് പറയുന്ന ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ശത്രു സൈന്യത്തെ ആക്രമിക്കുന്നതിന് മുമ്പായി, അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇസ്രായേലിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചയാളാണ്. അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തത് സ്വപ്നത്തിലൂടെയാണെന്ന് പറയുന്നുണ്ട്. ബാബിലോണിയൻ രാജാവായിരുന്ന നെബൂഖദ്നേസറിന് ഉണ്ടായ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തത് ദാനിയേൽ പ്രവാചകനായിരുന്നു. അതുപോലെ തന്നെ ഈ വളർത്തുപിതാവായ യോസേഫിന് 3 പ്രാവശ്യം അങ്ങനെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഡ്രീം ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, നീ മറിയത്തെ സ്വീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നത്. പിന്നീട് ഇതാ ശിശുവിനെ 2 വയസ്സിൽ താഴെയുള്ള ശിശുക്കളെല്ലാം വധിക്കുവാൻ ഹെറോദോസ് രാജാവ് തീരുമാനിച്ചിരിക്കുന്നു. അവിടെ ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാനുള്ള സ്വപ്നം. പിന്നീട് ആ രാജാവ് മരിച്ചു കഴിയുമ്പോൾ തിരികെ വരാനുള്ള സ്വപ്നം. അതുപോലെ തന്നെയാണ് പൂജ്യരാജാക്കന്മാരുടെ സ്വപ്നം ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ ഹെറോദോസിന്റെ അടുക്കിലേക്ക് പോകരുത്, തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് അല്ലാതെ പോവുക എന്ന് പറയുന്നത്. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് സ്വപ്നം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അസാധാരണമായ ചില സ്വപ്നങ്ങളിലൂടെയാണ് ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത്. ഇനി ജോസഫിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ മാലാഖ പറയുന്നത് ദാവീദിന്റെ പുത്രനായ ജോസഫ് എന്നാണ്. അതിലൊരു പ്രത്യേകമായ അർത്ഥമുണ്ട്. ദാവീദിന്റെ നേരിട്ടുള്ള മകനല്ല ജോസഫ് എങ്കിലും ദാവീദിന്റെ വംശാവലി ആളുകൾ കീപ്പ് ചെയ്യുന്നത് ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് രാജാക്കന്മാർ വരിക, ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് രക്ഷകനായിട്ട് വരുന്ന രാജാവ് വരിക. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈശോയുടെ വളർത്തുപിതാവായ യോസേഫും ആ വംശാവലിയിൽ പെട്ടവനാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാലാണ് അവർ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് മത്തായി സുവിശേഷം വെളിപ്പെടുത്തുന്നത് ഇത് യോസേഫിന്റെ കുട്ടിയല്ല, മറിച്ച് ദൈവം തന്നെ മനുഷ്യനായി കന്യകയിൽ നിന്ന് രൂപം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവന്റെ പേര് യേശു എന്ന് അവന് പേര് വിളിക്കണം. അപ്പം പേര് വിളിക്കുന്നത്, പേര് നിശ്ചയിച്ചത് ദൈവമാണ്. എന്നാൽ ആ പേര് വിളിക്കുവാനുള്ള അവകാശം യോസഫിന് കൊടുക്കുകയാണ്. കാരണം അപ്പനാണ് കൊച്ചിനെ പേര് വിളിക്കേണ്ടത്. ആ പേര് വിളിക്കുന്നതിലൂടെ ആ അപ്പൻ കൊച്ചിനെ സ്വന്തമാക്കുകയാണ്. മാമോദീസ മുക്കുമ്പോൾ ആ കൊച്ചിനെ വൈദികൻ പേര് വിളിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ കുഞ്ഞായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ടാണ് ആ പേര് മാമോദീസ പേര് വിളിക്കുക. അപ്പൊ അതുപോലെ ജോസഫിനുള്ള പേര് നിശ്ചയിച്ചു ദൈവം, പക്ഷേ വിളിക്കുവാനുള്ള അവകാശം ജോസഫിന് കൊടുത്തുകൊണ്ട് ആ ഓണർഷിപ്പ് കൊടുക്കുകയാണ് ഈ കൊച്ചിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം. അപ്പോൾ തന്നെ അവന് ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതുകൊണ്ട് ഈശോ എന്ന പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവ രക്ഷയ്ക്കും, യാഹ്വേ സേവ്സ്, യഹോവ രക്ഷിക്കും. ജോഷുവ എന്നുള്ള പേരാണ് ഈശോയ്ക്ക് കൊടുക്കുക. അതിന്റെ പുതിയ പേരാണ് ഈശോ എന്നുള്ളത്. അങ്ങനെ ഈശോ എന്ന പേര് കൊടുത്ത് വിളിക്കാൻ പറയുമ്പോൾ യോസേഫ് അത് അനുസരിക്കുകയും യോസേഫ് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് യോസേഫ് നീതിമാനായിരുന്നു. കാരണം ഒരാളെ അന്യായമായി വിധിക്കുവാനോ അന്യായമായി അപമാനിതയാക്കുവാനോ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരും അവകാശികളല്ല. മറ്റുള്ളവരെ വിധിക്കുവാൻ ദൈവമാണ് വിധിക്കേണ്ടത്. നമുക്കെതിരായി പ്രതികാരം ചെയ്യുന്നവരോട് പോലും അവർക്ക് വേണ്ടി ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുമാണ് ദൈവം, ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. അവിടെ യോസേഫിനെ പോലെ നമ്മൾ നീതിമാന്മാരാകണമെന്ന് വരികിൽ മറ്റുള്ളവരെ വിധിക്കുവാനോ മറ്റുള്ളവരെ ശിക്ഷിക്കുവാനോ ഉള്ള അവകാശമോ അധികാരമോ നമുക്കില്ല. വിവാഹ മോചനം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരമല്ല, മറിച്ച് അത് ദൈവത്തിന്റെ നിയോഗത്തിന് വിരുദ്ധമാണ്.
അപ്പൊ അതുകൊണ്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്, പ്രതിസന്ധികൾ ഉണ്ടാവുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക, ഇതൊക്കെ സ്വാഭാവികമാണ്. ഉടനെ തന്നെ ജീവിത പങ്കാളിയെ മാനസിക രോഗിയായി ബ്രാൻഡ് ചെയ്ത് ആ വ്യക്തിക്കെതിരായിട്ട് പ്രവർത്തിക്കുകയല്ല വേണ്ടത്. അതിന് പകരം യോസേഫ് പ്രവർത്തിച്ചതുപോലെ തന്നെ ശാന്തതയോടുകൂടി, ക്ഷമയോടുകൂടി, പരസ്പരം മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ട്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ശാശ്വതമായ പരിഹാരം ദൈവത്തിന്റെ നിയോഗം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ യോസേഫ് പിതാവിന്റെ മറിയത്തിന്റെയും പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം ഇടപെട്ടതുപോലെ തന്നെ നമ്മുടെയും ബുദ്ധിമുട്ടുകളിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുവാനും യോസേഫിനെ അനുകരിച്ച് ജീവിക്കുവാനുമായിട്ട് നമുക്ക്